bastards! യുവർ ഓണർ, ഇന്നിവിടെ നടന്ന ഐഡന്റിഫിക്കേഷൻ പരേഡിൽ കൊല്ലപ്പെട്ട സുനിലിന്റെ അച്ഛനും അമ്മയും എന്റെ കക്ഷി കുമാറിനെ തിരിച്ചറിഞ്ഞു എന്നത് സത്യമാണ്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. ഇവയെല്ലാം ഇന്ന് രാവിലെ പുറത്തിറങ്ങിയ മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങളാണ്. എല്ലാ പത്രങ്ങളിലെയും പ്രധാന വാർത്ത ഒന്ന് തന്നെയാണ്: സുനിൽ കൊല്ലപ്പെട്ടു, കുറ്റവാളി കുമാർ അറസ്റ്റിൽ. വാർത്ത മാത്രമല്ല, എന്റെ കക്ഷി കുമാറിന്റെ മനോഹരമായ ഒരു ഫോട്ടോയും. കുറ്റവാളി ആരാണെന്ന് കോടതി വിധിക്കുന്നതിന് മുൻപ് പത്രങ്ങൾ വിധി എഴുതുന്ന ഒരു ദയനീയ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. ഐഡന്റിഫിക്കേഷൻ പരേഡിൽ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്റെ കക്ഷിയായ കുമാറിന് ജാമ്യം നിഷേധിക്കാനോ അദ്ദേഹം കുറ്റവാളിയാണെന്ന മുൻവിധി ഉണ്ടാക്കാനോ സാധ്യമല്ല. കാരണം കുറ്റവാളി എന്ന് മുദ്രകുത്തി പത്രത്തിൽ വാർത്തയും ഫോട്ടോയും വന്നതിന് ശേഷം ഐഡന്റിഫിക്കേഷൻ പരേഡിൽ കുമാറാണ് കുറ്റവാളിയെന്ന് സുനിലിന്റെ അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് പ്രബലമായ ഒരു തെളിവേയല്ല. താൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ കർത്തവ്യനിരതനായിരിക്കെ ഒരു സംഘം വിദ്യാർത്ഥികളുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയനായ കുമാർ ഇന്നലെ മുഴുവൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറായ ശ്രീ ചന്ദ്രകുമാറിന്റെ ചികിത്സയിലായിരുന്നു. ഈ കോടതിയിൽ ഹാജരായിട്ടുള്ള ഡോക്ടർ ചന്ദ്രകുമാറിനെ ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർക്ക് വേണമെങ്കിൽ വിസ്തരിക്കാവുന്നതാണ്. സർക്കാർ ആശുപത്രിയിലെ മനമടുപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും അവശതയോടെയാണെങ്കിലും ഇന്നലെ രാത്രി സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തി വിശ്രമിച്ചിരുന്ന കുമാറിനെ വലിച്ചെഴിച്ച് ഇരുമ്പഴിക്കുള്ളിലാക്കിയ പോലീസ് പാവം എന്റെ കക്ഷിയെ ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കുകയായിരുന്നു എന്നതാണ് സത്യം. മകൻ നഷ്ടപ്പെട്ട ദുഃഖഭാരവുമായി ഇരിക്കുന്ന സുനിലിന്റെ മാതാപിതാക്കളോട് എനിക്ക് സഹതാപമുണ്ടെങ്കിലും സ്വന്തം മകന്റെ ചിത കത്തുന്നതിന് മുൻപ് ഐഡന്റിഫിക്കേഷൻ പരേഡിന് ഈ കോടതിയിലെത്തിയ അവരുടെ സത്യസന്ധതയിൽ എനിക്ക് സംശയമുണ്ട്. യുവർ ഓണർ, നിരപരാധിയും ശാരീരികമായി അവശനുമായ എന്റെ കക്ഷിക്ക് ജാമ്യം നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഈ കേസിൽ പ്രതി കുമാറിനെ കോടതിയുടെ പരിധി വിട്ടു പോരുതെന്നും ആഴ്ചയിലൊരിക്കൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളാമെന്നും ഉള്ള വ്യവസ്ഥയിലും സ്വന്തവും അന്യവും ജാമ്യത്തിന്മേൽ ജാമ്യാപേക്ഷ അനുവദിച്ചിരിക്കുന്നു. I'm sorry. ഇന്നിത്തിരി കൂടുതലായി പോയി. Hey, no. എന്റെ ബേസിക് കപ്പാസിറ്റി ആൻസിക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. വേണ്ട, പറഞ്ഞാ ചിലപ്പോ ബോധക്കേടുണ്ടാവും. തീ കുടിച്ചാ പിന്നെ ഈ വെയിലും പ്രശ്നമാണോ? തീ എന്ന് പറഞ്ഞ അസല് തീയെ തേരട്ടയും ബാറ്ററി പൊടിയും ശവം ഇട്ട് വയ്ക്കുന്ന സ്പിരിറ്റും എല്ലാം കൂടെ ഉള്ളൊരു കളിയത് കളി, ഭയങ്കര കളി. നോട്ടം കണ്ടില്ലേ? കള്ള നോട്ടം. അയ്യോ കർത്താവേ, ഇന്നാ കോടതിയിൽ എന്തൊക്കെ നുണയാ വിളിച്ചു പറഞ്ഞത്. പാവം വെങ്കടായലം. കുമാറേ, നീ കേട്ടില്ലേ? നിനക്ക് രോഗമാണെന്ന്, നീ അവശനാണെന്ന്. വിൻസെന്റ് ഗോമസ് ആൻഡ് കമ്പനിയുടെ എല്ലാ കേസുകളും ഇനി മുതൽ വാദിക്കാൻ പോകുന്ന ആരാണെന്നറിയോ? ആൻസി. പണിക്ക് യു വിൽ അസിസ്റ്റ്. കുമാറേ, നമ്മുടെ വക്കീല്, കമ്പനി വക്കീല് ഒരു ഡൂക്കിലി ഫ്ലാറ്റിൽ താമസിക്കുന്നത് നമ്മുടെ കമ്പനിക്ക് മാനമാണോടാ? മാനക്കേട്. ആ, അതാ പറഞ്ഞത്. ആ മാനക്കേട് നമുക്ക് തീർക്കണം. നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര കാലമായെന്ന് അൻസിക്ക് അറിയാമോ? ഒരുപാട് നാളായി കണ്ടു. ഒരുപാടൊന്നും ആയില്ല, 1 വർഷം. ഇപ്പൊ പഴയതുപോലൊന്നും വയ്യ മോളെ, വയസ്സായില്ലേ. ദാ ഇതെനിക്കൊരു സ്റ്റൈലാണെന്നാ ഇവിടുത്തെ പിള്ളേരൊക്കെ പറയുന്നു. നേരാല്യോ? റിട്ടയർ ചെയ്തോളാൻ അരവനേന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങോട്ട് പോകാനാ? ഞാൻ എങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞു. ഇവിടെ തുടങ്ങി ഇവിടെ തന്നെ അങ്ങ് തീരണം. മോടെ കാറിൽ എന്നെ ഇതുവരെ ഒന്ന് കേറ്റാത്ത എന്താ? അയ്യോ, അതിനെന്താ, ഇപ്പൊ തന്നെ. ഞാൻ വെറുതെ പറഞ്ഞേ. നിന്നെ എന്നായി നീ ഒന്ന് കാണുക.
ഞാൻ അങ്ങോട്ട് വരാമെന്ന് വെച്ചാ വയ്യ. പള്ളിമുറിയിൽ നിന്ന് ഇറങ്ങിയ ഇത് വരെ. ഇതാ ഇപ്പോഴത്തെ മാക്സിമം റേഞ്ച്. കുറച്ച് നടക്കുന്നത് നല്ലതാ, പക്ഷേ അധികം സ്ട്രെയിൻ ചെയ്യരുത്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരാം. ഇനി വരുമ്പോ രാജുമോനെ കൂടെ കൊണ്ടുവരണം. കൊണ്ടുവരാം. അച്ഛോ, എന്താ ചെക്കോ? 1,00,000 രൂപയുണ്ട്. എന്റെ ഒരു ചെറിയ സംഭാവന. പണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് അച്ഛൻ പണ്ട് പറയുമായിരുന്നല്ലോ. ആ, കാശിനൊക്കെ പഴയതിലും വലിയ ബുദ്ധിമുട്ടാ. ആരും അനാഥാലയത്തിനും ഒന്നും തരുന്നില്ല. അരമനയും നാട്ടുകാരും ആരും. ഇത് പോരെങ്കിൽ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാം. നീ ഇവിടുന്ന് പോയവളാ. എന്റെ കുഞ്ഞാ, ദൈവത്തിന്റെ കുഞ്ഞാ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു. ആരെയും ദ്രോഹിക്കാതെ, ദൈവത്തിന് നിനക്കാത്ത ഒന്നും ചെയ്യാതെ സമ്പാദിച്ചാണ് ഈ പണമെന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഇതേ. പാടാം ഞാനാ ഗാനം വീണ്ടും ഇതാ ഇതാ ഇതാ. പാടാം ഞാനാ ഗാനം വീണ്ടും ഇതാ ഇതാ ഇതാ. ഈ മൺവീണയിൽ നാടൻ പാട്ടു പാടാം. ഈ മൺവീണയിൽ നാടൻ പാട്ടു പാടാം. പാടാം ഞാനാ ഗാനം വീണ്ടും ഇതാ ഇതാ ഇതാ. അച്ഛനിങ്ങനെ ചോദിച്ചപ്പോ എന്തോ പിന്നെ എനിക്ക് ആ പണം കൊടുക്കാൻ ധൈര്യം വന്നില്ല. കൊള്ളയും കൊലപാതകവും കള്ളപ്പണവും കള്ളക്കണക്കുകളും അവയൊക്കെ മൂടി വയ്ക്കാൻ ഉറക്കമൊഴിച്ചിരുന്ന് കണ്ടുപിടിച്ച ഇല്ലാത്ത ന്യായീകരണങ്ങളും. യാതൊരു കുറ്റബോധവും ഇല്ലാതെ അതൊക്കെ കോടതിയിൽ വിളിച്ചു പറഞ്ഞ് തോൽക്കേണ്ട കേസുകൾ ജയിപ്പിച്ചതിനുള്ള പ്രതിഫലം. വലിയ പണക്കാരിയായെന്നുള്ള അഭിമാനത്തോടെയാണ് അച്ഛനെ കാണാൻ ചെന്നത്. തിരിച്ചു പോന്നപ്പോൾ മനസ്സിലാകെ ഒരു ഭാരം. സമ്പാദിച്ചു കൂട്ടിയ പണത്തിൽ അത്രയും ഏതൊക്കെയോ നിരപരാധികളുടെ രക്തം. അതിന്റെയൊക്കെ കറ എന്റെ കയ്യിലും മനസ്സിലും. ഞാൻ വിൻസെന്റിനെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങളോട് എനിക്ക് തീർത്താൽ തീരാത്തത്ര കടപ്പാടുകളുണ്ട്. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒരു നിമിഷം ഒന്ന് ഓർമ്മിച്ചു പോയെന്നേ ഉള്ളൂ. വിഷമം തോന്നിയെങ്കിൽ ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാൻ എന്തോ തെറ്റ് ആൻസി ചെയ്തത്? ഒന്നുമില്ല. നമ്മൾ തമ്മിൽ കടപ്പാടിന്റെ കണക്കുകളൊന്നും ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും ആൻസിക്ക് പിരിഞ്ഞു പോവാം. ഒന്നാലോചിച്ചാൽ പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ആൻസിക്കറിയാമോ, ഞാൻ ഇന്ന് അതുപോലൊരു യന്ത്രമാണ്. വെറുമൊരു യന്ത്രം. ഒരഴുക്ക് ചാലിന്ന് മറ്റൊരഴുക്ക് ചാലിലേക്ക് ഞാൻ നടക്കുകയല്ല, മുങ്ങി താഴുകയാണ്. സ്വൈര്യമായി മനസ്സമാധാനത്തോടൊരു രാത്രി ഉറങ്ങാൻ ഇന്നെനിക്ക് കൊതിയാണ്. പണ്ട് കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. പരിശുദ്ധമായൊരു ഗ്രാമം, ആമ്പൽക്കുളങ്ങളും മുക്കുറ്റിപ്പൂക്കളും, കാത്തിരിക്കാൻ ഒരു അമ്മണിക്കുട്ടി. അങ്ങനെ ഒരു അപ്പും അമ്മണിക്കുട്ടിയും ഈ ലോകത്തെവിടെയെങ്കിലും കാണുമോ? ചിലപ്പോൾ കാണുമായിരിക്കും, ഭാഗ്യം ചെയ്തവർ. ആൻസിക്ക് ബോറടിച്ചു തുടങ്ങിയോ എന്റെ ലാത്തി കേട്ട്? രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനമുള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ്, രാജകുമാരൻ, രാജാവിന്റെ മകൻ. യെസ്, ഐ എം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോ ലോകങ്ങളുടെ രാജകുമാരൻ. ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം എന്റെ അപ്പൻ ഈ നഗരത്തിലെ, ഈ തെരുവിലെ ഒരു റൗഡിയായിരുന്നു. തല്ല് കൊണ്ടാലും കൊടുത്താലും 5 രൂപയിൽ കൂടുതൽ സമ്പാദിക്കാൻ കഴിയാത്ത ഒരു പാവം റൗഡി. അപ്പന്റെ ഒരേ ഒരു ആഗ്രഹം, ഒരേ ഒരു പ്രതീക്ഷ, അത് ഞാനായിരുന്നു. വിധി, അതെ, എല്ലാം വിധിയായിരുന്നു. അപ്പന്റെ ആഗ്രഹം നടന്നില്ല. ഞാനും അതേ അഴുക്ക് ചാലിൽ വീണുപോയി, മോചനമില്ലാതെ. ഇന്നും ഇന്നും ഐ ആം ഫെഡ് അപ്പ്.
എനിക്ക് മടുത്ത ആൻസി. പാരമ്പര്യം തുടരണമെന്ന് എനിക്കില്ല, തുടരാൻ പാടില്ല. എനിക്കൊരു മകനുണ്ടായാൽ അവനെങ്കിലും ഇങ്ങനൊന്നായി തീരരുത്. എനിക്കുള്ളതെല്ലാം, ഈ ജീവിതവും ഈ സെറ്റപ്പും എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. നീ സമ്മതിക്കുമെങ്കിൽ. ആൻസി, പ്ലീസ്. പറ്റില്ലെന്ന് പറയരുത്. എനിക്കൊരു ജീവിതം തരൂ, പ്ലീസ്. നിന്റെ പഴയ കഥകളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒന്നും എനിക്ക് കേൾക്കണ്ട. വിൻസെന്റ്, ഭർത്താവിന്റെ സ്ഥാനത്ത് ഇനി മറ്റൊരാളെ സങ്കല്പിക്കാൻ കൂടി എനിക്ക് കഴിയില്ല. ഐ എം സോറി വിൻസെന്റ്. ആരും പുറത്തു പോകരുത്. നിങ്ങളുടെ കണക്കുകളെല്ലാം ഞങ്ങൾക്ക് പരിശോധിക്കണം. ഇൻകം ടാക്സിന്റെയും സെയിൽ ടാക്സിന്റെയും കമ്പൈൻഡ് റെയ്ഡാണ്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. മിസ്റ്റർ വിൻസെന്റ് തോമസ് എവിടെ? അറിയില്ല സർ, ഇന്നിവിടെ വന്നിട്ടില്ല. സാർ ചതിച്ചു. ഇൻകം ടാക്സ് റെയ്ഡ്. അവർ താഴെ ഓഫീസിൽ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ എത്തും. കുമാർ, എന്തുണ്ട് ക്യാഷ് ബാലൻസ്? മോർ ദാൻ ലാക്സ്. Come on, hurry up. അവന്റെ ഹെഡ് ഓഫീസും ഗോഡൌണും എല്ലാം നിങ്ങൾ സീൽ ചെയ്തു. ഗുഡ്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ലല്ലോ. അവൻ രക്ഷപ്പെട്ടില്ലേ? മൂർഖനെ തല്ലിയിട്ട് കൊല്ലാതെ വിട്ട പോലെയായി. ചാവാതെ രക്ഷപ്പെട്ടെങ്കിലും അടി വളരെ സ്ട്രോങ് ആയിരുന്നു സാർ. അവന്റെ എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ പൂട്ടിച്ചു. ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറന്റുണ്ട്. ഇനി അയാൾ എവിടെ നിന്ന് കളിക്കാനാ? ഒരു ഗ്രൗണ്ട് ഇല്ലല്ലോ. കളി അറിയാവുന്നതിന് കളിക്കാൻ ഗ്രൗണ്ട് എന്തിനാടോ? എടുക്കാവുന്നത്ര പണവുമായിട്ടില്ല അവൻ രക്ഷപ്പെട്ടത്. ഞാനാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് അവൻ ഇതിനോടകം തീർച്ചയാക്കി കാണും. ഇനി അവന്റെ നീക്കങ്ങളെല്ലാം അപകടകരമായിരിക്കും. ഒന്നുകിൽ എന്റെ മന്ത്രിസ്ഥാനം, അല്ലെങ്കിൽ എന്റെ ജീവൻ. രണ്ടിലൊന്നായിരിക്കും അവന്റെ ലക്ഷ്യം. അതിനൊന്നും ഇടവരില്ല സാർ. കേരളം മുഴുവൻ ഞങ്ങൾ വലവേശി കഴിഞ്ഞു. ഏറിയാൽ 24 മണിക്കൂർ. അതിനപ്പുറം പോവില്ല. ഒരിക്കലും അവൻ പൊട്ടിച്ചെറിഞ്ഞ വലയാണത്. ഇല്ല സാർ, ഇത്തവണ അതുണ്ടാവില്ല. അവർക്കൊക്കെ എന്തോ ആകാമല്ലോ. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആനപ്പുറത്തിരിക്കുമ്പോ പട്ടിയെ പേടിക്കേണ്ട കാര്യമുണ്ടോ? പേടിക്കണോടോ. ഞാൻ വെറും കൊടിച്ചിപ്പട്ടിയല്ല, പേപ്പട്ടിയാണ്. അയ്യോ സാർ, ഞാൻ അവനിരിക്കുന്ന ആനയുടെ കാലം ഞാൻ വിട്ടു. മന്ത്രിസഭ ഞാൻ മറിച്ചിടും. ഈ ഇരിക്കുന്ന എന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഞാൻ അതിനുവേണ്ടി ചെലവിടും. സാർ, അതൊരു കൈവിട്ട കളിയല്ലേ? കൈവിട്ട് കളിക്കാൻ നമുക്കിന്ന് കൈകളെങ്കിലും ഉണ്ടല്ലോ പീറ്റർ. നാളെ ചിലപ്പോൾ അവൻ ഈ കൈകൾ കൂടി വെട്ടിന്നിരിക്കും. ഈ മന്ത്രിസഭ മറിച്ചിടണമെങ്കിൽ കുറഞ്ഞത് 3 MLA-മാരെങ്കിലും കാലുമാറണം. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഏർപ്പാടായിരിക്കും അത്. അതിന്റെ പകുതി പണം കൃഷ്ണദാസിന് കൊടുത്താൽ ഒരു പക്ഷേ ഒന്ന് കോംപ്രമൈസ് ആകാൻ കഴിഞ്ഞെങ്കിലോ? ഞാൻ പോകാം. നോ, ഇനി രണ്ടിലൊരാൾ മതി. ഞാനല്ലെങ്കിൽ അവൻ. കോംപ്രമൈസിന്റെ പ്രശ്നമേ ഇല്ല. എന്റെ കൂടെ നിൽക്കാൻ ഭയമുള്ളവർക്ക് പിരിഞ്ഞു പോവാം. സാർ, ഞാൻ അതല്ല പറഞ്ഞത്.
സാറ് തെറ്റിദ്ധരിച്ചു. നേരും നിറയുമില്ലാത്ത കൂട്ടരാ. നമ്മുടെ കാശ് വാങ്ങിയിട്ട് അസംബ്ലി ചെല്ലുമ്പോ മറിച്ചു കുത്തിയാൽ എന്ത് ചെയ്യും? പണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊല്ലും ഞാൻ. മൂന്നിനെ ഞാൻ തട്ടിക്കളയും. സാറ് പ്രതിപക്ഷ നേതാവായിട്ട് ഇത് 10ാമത്തെ വർഷമാണ്. കുറെ പ്രസ്താവന ഇറക്കി, കുറെ വാക്കൗട്ട് നടത്തി. എന്ത് കാര്യം? ഈ രാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? സാറിന്റെ പാർട്ടിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അതും പോട്ടെ, വ്യക്തിപരമായി എന്തെങ്കിലും? നക്കാപ്പിച്ച പെൻഷൻ അല്ലാതെ. താൻ പറയുന്നൊക്കെ കാര്യമാ. ചുമ്മാ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? പാസ്സാവണ്ടേ? പാസ്സായാലോ? പാസ്സാവില്ലെന്നേ. കഴിഞ്ഞ പോലെ ഇതുപോലെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഞങ്ങൾ മാറിയതല്ലേ. എന്നാൽ ഇത്തവണ പാസ്സാകും. ഞാൻ പാസ്സാക്കും. അതെ സാറേ, 2 പേരുടെ ഭൂരിപക്ഷത്തിലല്ലേ അവന്മാരുടെ ഭരണം. 3 ഭരണകക്ഷി MLA-മാർ എന്റെ കയ്യിലുണ്ട്. കയ്യിലുണ്ടെന്ന് പറഞ്ഞ? കയ്യിൽ തന്നെ, എന്റെ പോക്കറ്റിൽ. 3 എണ്ണത്തിനെയും പണം കൊടുത്ത് ഞാൻ വാങ്ങിയതാ ലക്ഷക്കണക്കിന്. അവിശ്വാസ പ്രമേയം വന്ന ഞാൻ പറയുന്നിടത്ത് അവന്മാര് കുത്തും. ആരൊക്കെയാ കക്ഷികള്? കുഴിപ്പള്ളി തോമ, ആ, കൊണ്ടോട്ടി മൂസ, ഉം. പിന്നെ നമ്മുടെ സാക്ഷാൽ തീപ്പൊരി കേശവൻ. ആഹാ, അവനും പോന്നു. പിന്നെ അല്ലാതെ ചെല്ലേണ്ടത് ചെന്നപ്പോ തലയും കുത്തി വീണു. ഇത് വീണാൽ സാറായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. ബെൻസ് കാറ്, സെക്രട്ടേറിയറ്റ്, ക്ലിഫ് ഹൗസ്. കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പക്ഷേയില്ല. ഭരിക്കുമ്പോഴും സുഖം തന്നെയാ. സാറ് സുഖിക്കുമ്പോ ഈയുള്ളവന് എന്താണാവോ ഒരു പ്രത്യുപകാരം? എന്ത് വേണമെങ്കിലും. വാക്കാണല്ലോ. എനിക്ക് ഒരു തന്തേ ഉള്ളൂ.